ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതുതായി അടുക്കള പണിയുന്നവർക്കും അതുപോലെ കിച്ചൺ റിനോവേറ്റ് ചെയ്യുന്നവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. ഒരു കിച്ചൺ നിർമ്മാണത്തിൻ്റെ A to Z ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാനിന്നിവിടെ ഒരു കിച്ചൺ റിനോവേഷനാണ് കാണിക്കുന്നത്. കാരണം സാധാരണ ഒരു പുതിയ കിച്ചൺ പണിയുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ റിനോവേഷനിലാവുമ്പോൾ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഇതാ ഇങ്ങനെ ഇരുന്നേച്ച കിച്ചണാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്തത് ALM പ്രോജക്ട്സ് എന്ന് പറഞ്ഞ ഒരു ഇൻറ്റീരിയർ ഡിസൈനർ കമ്പനിയാണ്. അത് നമ്മുടെ തന്നെ കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ കിച്ചൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കിച്ചൻ്റെ മെഷർമെൻറ്റ് എടുക്കണം. മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു 2Dയിൽ വരയ്ക്കും. 2D നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിയുകയാണെങ്കിൽ പിന്നെ 3 ഡയമെൻഷൻ ഡ്രോയിങ്, ഇതാണ് 3D. ഇതെങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ 3Dയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ക്യാബിനറ്റ്സിൻ്റെയൊക്കെ കളേഴ്സ് കാര്യങ്ങളൊക്കെ ഏതാണെന്നുള്ള സെലക്ട് ചെയ്യാം. പിന്നെ അത് കഴിയുമ്പോൾ മെറ്റീരിയൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. അത് കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യണം. പിന്നെ അതിനുശേഷം പ്രൊഡക്ഷൻ, ക്യാബിനറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നേരെ കമ്പനിയിലാണ് കേട്ടോ ഇനി കാണിക്കുന്നത്. അപ്പോൾ കമ്പനിയിൽ ഇതായത് പ്ലൈവുഡാണ്. പ്ലൈവുഡിൻ്റെ മുകളിൽ നമ്മൾ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ലാമിനേറ്റ് ഷീറ്റ്സ് വെച്ചതിന് ശേഷം ഇതുപോലത്തെ ഒരു പ്രസ്സിങ് മെഷീനിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ലാമിനേറ്റഡ് പ്ലൈവുഡ്സ് കിട്ടുന്നത്. ഇതൊരു 6 മണിക്കൂർ ഇങ്ങനെ വെച്ചേക്കും. അപ്പോൾ ഇത് ഒരു ഷീറ്റല്ല, ഇതുപോലത്തെ കുറേ ഷീറ്റ്സ് ഇങ്ങനെ അടുക്കി വെച്ചേക്കണേ കേട്ടോ അത്. അപ്പോൾ അതെല്ലാം നമുക്ക് പ്ലൈവുഡ് നമ്മുടെ അതായത് ലാമിനേറ്റഡ് പ്ലൈവുഡ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള കട്ടിംഗ് ലിസ്റ്റ്, അതായത് എത്രയൊക്കെ എങ്ങനെയൊക്കെ കട്ട് ചെയ്തെടുക്കണം അങ്ങനെയൊക്കെയുള്ള കട്ടിംഗ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തെടുക്കണം. കണ്ട കട്ടിംഗ് ലിസ്റ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും വേസ്റ്റേജ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കറക്റ്റായിട്ട് നമുക്കെല്ലാം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. എൻ്റെ ഓരോ കബോർഡ്സിനും എങ്ങനെയൊക്കെ വരും എന്നൊക്കെ നോക്കിയിട്ടാണ് ഇത് ചെയ്യണത്. കണ്ടില്ലേ അതിൻ്റെ ആ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ. പിന്നെ അടുത്ത് ഇതാണ് പാനൽ സോ മെഷീൻ. ഇത് പാനൽ സോ മെഷീനിൽ വെച്ചിട്ട് നമ്മളിതൊക്കെ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂട്ടോ. അതായത് നമ്മുടെ ALM ഓഫീസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഈ കമ്പനിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ ഒരു കിച്ചണിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിവതും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഒരു കുറവുകൾ തോന്നുകയാണോ കമൻസിലൂടെ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടിങ് ലിസ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലൈവുഡിൻ്റെ സൈഡിലൊക്കെ എഡ്ജ് ബാൻഡ് ഒന്ന് ഒട്ടിച്ചെടുക്കണതാണ്. അപ്പോൾ ഈ മെഷീനത്തിലാവുമ്പോൾ 200 ഡിഗ്രി സെൽഷ്യസിൽ ഈ ഗ്ലൂ മെൽറ്റായിട്ട് അപ്ലൈ ആയിക്കോളും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നാളെത്തുമ്പോൾ ചിലപ്പോൾ പൊളിഞ്ഞൊക്കെ പോരും. പക്ഷേ ഈ മെഷീനത്തിലൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ അത് എന്നും എന്താ പറയുക ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ അതാ എഡ്ജ് ബാൻഡിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത്രയും പരിപാടി കഴിഞ്ഞു. ഇനി അടുത്തത് ഈ ഗോള പ്രൊഫൈലൊക്കെ കൊടുക്കാനുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കട്ട് ചെയ്തൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഏതാണ്ട് പ്രൊഫൈലൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഇനി അടുത്തത് മൾട്ടി ബോറിംഗ് മെഷീനിൽ വെച്ചിട്ട് നമുക്കിത് ഹോൾ ഇട്ട് കൊടുക്കണം. അതായത് മിനി ഫിക്സ് ഒക്കെ വയ്ക്കാനുള്ള ഹോൾസ് ഇത് കണ്ട, ഇതാണ് സംഭവം. ഇതിന് നമ്മൾ വേറെ പ്രത്യേകിച്ച് സ്ക്രൂവോ കാര്യങ്ങളോ ആണിയോ ഒന്നും ആവശ്യമില്ല. അതായത് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഒരു 3-4 ദിവസം കൊണ്ട് നമുക്കൊരു പഴയ കിച്ചനെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു കിച്ചണാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ നല്ലൊരു കിച്ചണൊക്കെ വേണമെന്നുള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. കോൺടാക്റ്റ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ലെഗ്സാണ് ഇതിനുള്ളത്. ഇതെല്ലാം നമ്മൾ നേരത്തെ തന്നെ ഫിക്സ് ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ക്യാബിനറ്റ്രി വർക്ക്സൊക്കെ കഴിഞ്ഞു. ഇതൊരു ഒറ്റ ദിവസത്തെ പരിപാടിയുള്ളൂ കേട്ടോ ക്യാബിനറ്റ്രി വർക്ക്സൊക്കെ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് കിച്ചൺ ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുകയാണ്. ഇനി അതിൻ്റെ ആ ഒരു സ്ലാബൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു കുറച്ച് ഭാഗം പുതിയ കിച്ചൺ പണിയണവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ പഴയ കിച്ചൺ ആകുമ്പോൾ ഇതുപോലത്തെ കബോർഡ്സ് കാര്യങ്ങളൊക്കെ പഴയ കബോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റുക.
അതുപോലെ പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം വേണം ഇത് നമുക്ക് തുടങ്ങാനായിട്ട്. അപ്പോൾ ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രേക്കർ ഉപയോഗിച്ച് ആദ്യം തന്നെ വോൾട്ടൈലൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയാണ് കേട്ടോ. അതായത് കുത്തിപ്പിടിച്ച് കളയാണ് വോൾട്ടൈലൊക്കെ. പിന്നെ ഇതിനകത്ത് ഇട്ടായിരുന്ന ഗ്രാനൈറ്റ് ആയിരുന്നു, കൗണ്ടർ ടോപ്പിൽ ഇട്ടായിരുന്ന ഗ്രാനൈറ്റാണ്. അപ്പോൾ ആ ഗ്രാനൈറ്റ് നമുക്ക് അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റി കേട്ടോ. ഈ മെഷീൻസൊക്കെയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ഈ സ്ലാബ് കട്ടറൊക്കെ ഒരു നല്ല ഇതായിട്ടുണ്ട് കേട്ടോ. കാരണം ആ സ്ലാബ്സ് നമുക്ക് ഓരോന്നും ഇങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഇങ്ങനെ നമ്മുടെ അക്വേറിയത്തിലിരുന്ന എന്തോ സംഭവമൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ വെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. സിങ്കൊക്കെ എടുത്ത് മാറ്റി, എന്നിട്ട് അവിടുത്തെ സിങ്കിൻ്റെ അവിടെയുള്ള പൈപ്പിൽ നിന്നാണ് ഈ വെള്ളമൊക്കെ എടുക്കുന്നത്. സ്ലാബ് കിട്ടിയപ്പോൾ സാധനം ഭയങ്കര പൊടിയല്ലായിരിക്കും, അത് പൊടിക്ക് പകരം കുറച്ച് ചെളിയായിട്ടാണ് ഇങ്ങനെ വരണത് കേട്ടോ. അപ്പോൾ സ്ലാബ് കട്ടിയുമ്പോഴാണ് താഴെ കണ്ടോ 3-4 ടയറൊക്കെ വെച്ചിട്ടുണ്ട്, 3 ടയർ, വലിയ ടയർ വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, നേരെ കുത്തിച്ചാടാണ്ടൊക്കെ ഇരിക്കാൻ പാകത്തിനൊക്കെ അത് കറക്റ്റ് എന്താ പറയുക, നമ്മൾ കട്ട് ചെയ്തൊക്കെ എടുക്കൂലേ എന്തെങ്കിലുമൊക്കെ, അലുവയും ഒക്കെ കട്ട് ചെയ്ത് പീസൊക്കെ ആക്കി എടുക്കില്ലേ എന്ന് പറഞ്ഞ പോലെ അവർ നല്ല കറക്റ്റായിട്ട് പീസാക്കി എടുക്കുക കേട്ടോ. ഇപ്പോൾ എടുത്ത് കൊണ്ടുപോയി നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും അത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ആ സ്ലാബൊക്കെ നമുക്ക് കളയേണ്ട ഒന്നും ആവശ്യം വന്നില്ല. അതുപോലെ ഈ ഗ്രാനൈറ്റ് ആണെങ്കിലും നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഗ്രാനൈറ്റ് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ പുറത്തൊരു കിച്ചണുണ്ട്, അപ്പോൾ അതിൻ്റെ ആ വിറകടുപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഈ വിറകടുപ്പിൻ്റെ അടിയിലായിട്ട് ഞാൻ ആ ഗ്രാനൈറ്റിൻ്റെ പീസാണ് ഇട്ട് കൊടുത്തത്. നന്നായിട്ട് ഈ ഒരു ടൈലിടുന്നവർ നന്നായിട്ട് തന്നെ അത് ഇട്ട് തരും. അപ്പോൾ അങ്ങനെ നമുക്കൊന്നും വേസ്റ്റ് വന്നില്ല. ഇതുപോലെയുള്ള ഈ കല്ലുകളും കാര്യങ്ങളൊക്കെ മാത്രമാണ്, കുറച്ച് കല്ലൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കില്ല, അതൊക്കെ മാത്രമാണ് ഒരു വേസ്റ്റ് എന്ന് പറയാനായിട്ട് വന്നുള്ളൂ. അത് വേറെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം, അപ്പോൾ അതങ്ങോട്ട് ഫില്ലായി പൊക്കോളും. ഇത് പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണമെന്ന് പറയാം. താഴെ കുറച്ച് ചെളി കൂടി കിടക്കും, അത് എന്താ പറയുക, ഒന്നൊന്ന് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും അതങ്ങോട്ട് പൊക്കോളും. പൊടിയൊന്നും വന്നില്ല, ഒട്ടും തന്നെ പൊടി വന്നില്ല കേട്ടോ. നമുക്ക് താമസിച്ചുകൊണ്ട് തന്നെ റിനോവേഷനൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ റിനോവേഷനെല്ലാം നോർമലായിട്ട് പണിയണവർക്കാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. നോർമലായിട്ട് അങ്ങോട്ട് വന്ന് എന്താ പറയുക, കബോർഡ്സ് തൊട്ട് അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് തുടങ്ങിയാൽ മതിയല്ലോ. അടുത്തത് ഇലക്ട്രിക്കൽ വർക്ക്സാണ്. ഇലക്ട്രിക്കലും പ്ലംബിങ്ങും ചെയ്തെടുത്തു. അപ്പോൾ വേസ്റ്റ് കുഴിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ഡ്രെയിനേജൊക്കെ കറക്റ്റാക്കി എടുക്കുക കേട്ടോ. അത് ഇത് കണ്ടോ, വയറിങ്ങൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെച്ചേക്കണൊക്കെ ഒരു സ്റ്റീലിൻ്റെ ഇതൊക്കെയാണ് ആ ബോക്സൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ. നന്നായിട്ടുണ്ട്. വയറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ പൊട്ടിച്ച് കളഞ്ഞെങ്കിലും അതിനകത്ത് കുറച്ചൊക്കെ പിടിച്ചിരിക്കുമല്ലോ ആ ഒരു വോൾട്ടൈലിൽ, അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കണം. അപ്പോൾ അത് വയറിങ്ങും അതുപോലെ പ്ലംബിങ്ങും വയറിങ്ങും ഒക്കെ കഴിഞ്ഞു. പിന്നെ പെയിൻറ്റിങ്ങും കഴിഞ്ഞു കേട്ടോ. ഒറ്റ കോട്ട് പെയിൻ്റ് അടിച്ചു, ഒരുപാടൊന്നും പെയിൻ്റ് അടിച്ചിട്ടില്ല, ഒറ്റ കോട്ടേ അടിച്ചിട്ടുള്ളൂ. ഈ ലൈറ്റൊക്കെ എടുത്ത് മാറ്റാനുള്ള കേട്ടോ, വേറെ ലൈറ്റൊക്കെ വരും. പിന്നെ പെയിൻ്റ് അടിച്ചത് നമ്മുടെ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ സാധാരണ പെയിൻറ്റ് തന്നെയാണ് അടിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ആ വലിയ ബ്രേക്കർ ഉപയോഗിച്ചിട്ട് നിലത്ത് ആദ്യം ഒന്നും ചെയ്യണ്ടെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ നോക്കിയപ്പോൾ ഉണ്ട് അതിൻ്റെ വാട്ടർ ലെവൽ നോക്കുമ്പോൾ വാട്ടർ ലെവൽ കറക്റ്റ് അല്ലായിരുന്നു. ഇത് പണ്ട് പണിതേക്കണേ ആയിരുന്നുകൊണ്ടേ വാട്ടർ ലെവലൊന്നും ഒട്ടും തന്നെ കറക്റ്റ് അല്ലായിരുന്നു. അപ്പോൾ ഒരു 8 സെൻറ്റിമീറ്ററൊക്കെ ഹൈറ്റിൽ വേരിയേഷൻ വന്നപ്പോൾ അവർ തന്നെ പറഞ്ഞു എന്നാൽ ഇത് പൊട്ടിക്കാം. പിന്നെ അതിൽ ടൈലും കുറച്ച് പഴഞ്ചനായിരുന്നു. അപ്പോൾ പിന്നെ എന്താണ് നന്നായിട്ട് കിടക്കട്ടെ, പിന്നെ മാച്ചിങ് ആയിട്ടുള്ള എടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടൈലും പൊട്ടിച്ച് കളഞ്ഞു. ടൈലും നമുക്ക് വേറെ യൂസൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ, പൊട്ടിച്ചെടുക്കല്ലേ ഇതേ. അപ്പോൾ നമ്മൾ വിട്രിഫൈഡ് ടൈലാണ് മേടിച്ചിരിക്കുന്നത്. പിന്നെ അതേ ഇതുപോലത്തെ പാറപ്പൊടിയാണ്. പിന്നെ ഇത് ടൈൽ ഒട്ടിക്കാനുള്ളത് ഇത് കണ്ട, ടൈലൊക്കെ നല്ല കട്ട് ചെയ്തെടുക്കണുണ്ട്. അടുത്ത മുറിയിലായിട്ടുള്ളതൊക്കെ കറക്റ്റായിട്ട് ലെവലായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തു. ഒക്കെ കോരിക്കളയണൊക്കെ നല്ലൊരു പണിയായിരുന്നു കേട്ടോ. നല്ല പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ലെവലല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ പൊട്ടിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ അതൊന്നും ചെയ്യേണ്ടി നമുക്ക് വരത്തില്ല കേട്ടോ. പിന്നെ അവർ ലെവലൊക്കെ നോക്കി കറക്റ്റായിട്ട് ഓരോ മൂലയ്ക്കും ഓരോ ചെറിയ ടൈലൊക്കെ വെച്ച് കൊടുത്ത് പിന്നെ ടൈലിടുകയാണ് ചെയ്തത്. അത് ആ ടൈല് ഫിക്സ് ചെയ്യണ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് ടൈലിട്ടു. കണ്ടില്ലേ, വിട്രിഫൈഡ് ടൈലാണ് എടുത്തത്. ഈ ഒരു കളർ എടുത്ത് ഈ ഒരു ടൈല് തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് വോൾ ടൈലായിട്ട് എടുത്തത്. അല്ലാണ്ട് വോൾ ടൈല് സാധാരണ ഡാഡോ ടൈൽ എടുക്കാറുണ്ടല്ലോ, പക്ഷെ അതൊന്നും എടുത്തിട്ടില്ല. നമ്മൾ ഈ ടൈല് തന്നെയാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ ഒരു രാത്രിയിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തി വെച്ചു, അപ്പോൾ നല്ലതായിട്ട് ഉറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിറ്റേ ദിവസമായപ്പോഴത്തേനും നമ്മുടെ ക്യാബിനറ്റ്സൊക്കെ വന്നു. പിന്നെ അത് ഫിക്സ് ചെയ്യലായി. അത് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ സ്കേർട്ടിംഗ് ഒക്കെ ചെയ്യണത്.
പിന്നെ ഈ ക്യാബിനറ്റിൻ്റെ ഡോറൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് ഫിറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ബോക്സ് മാത്രമാണ് കമ്പനിയിൽ നിന്നും സെറ്റ് ചെയ്ത് കൊണ്ടുവരണുള്ളൂ. പിന്നെ ഈ കിച്ചണിൽ ചെറിയൊരു വിൻഡോ ഉണ്ടായിരുന്നു, അപ്പോൾ അത് പ്ലൈവുഡ് ഉപയോഗിച്ച് മറച്ച് കളയാണ്. അപ്പോഴാണ് ക്യാബിനറ്റ്സൊക്കെ അതിൽ കൂടെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അത് ചെറിയൊരു വിൻഡോയും ആയിരുന്നു. ഇപ്പോൾ ഈ കിച്ചണിൽ ഓൾറെഡി 2 വിൻഡോ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം അത്യാവശ്യം വലുതും ഒരെണ്ണം തീരെ ചെറുതുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതാണ് നമ്മൾ മറച്ച് കളയണം കേട്ടോ. പിന്നെ ഈ ക്യാബിനറ്റിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ഗോള പ്രൊഫൈലാണ് വെച്ച് കൊടുക്കുന്നത്. ഇതധികം അങ്ങനെ കണ്ടു വരാറില്ല ക്യാബിനറ്റിലൊന്നും, പക്ഷേ ഇതിങ്ങനെ ചെയ്യണത് തന്നെയാണ് കേട്ടോ നല്ലത്. പിന്നെ അതിന് ഒരു എൻഡ് ക്യാപ്പും കൊടുത്തിട്ടുണ്ട്, കണ്ടോ, ഒരു സൈഡിലായിട്ട് എൻഡ് ക്യാപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ MC-യിൽ നമ്മുടെ ഈ ക്യാബിനറ്റിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഈ ഒരു ഗ്രാനൈറ്റ് ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് ഗാലക്സി ബ്ലാക്കാണ് എടുത്തിരിക്കുന്നത്. ബ്ലാക്കൊക്കെ ആകുമ്പോൾ നമുക്ക് റഫ് യൂസൊക്കെയാണ് ചെയ്യാൻ പറ്റും. അതുപോലെ ഗാലക്സി ആയതുകൊണ്ട് തന്നെ നല്ലൊരു ചെറിയൊരു ഗ്ലൈസിങ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ താഴെ ഉപയോഗിച്ച വെട്രിഫൈഡ് ടൈലുണ്ടല്ലോ, അത് തന്നെ ഒരു 15 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതാണ് നമ്മൾ വോൾ ടൈലായിട്ട് ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത്. സ്പേസർ ഉപയോഗിച്ച് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് അങ്ങനെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ നല്ല ലെങ്തായിട്ട് നല്ലതായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വേറെ സെപ്പറേറ്റ് നമ്മൾ വോൾട്ടൈലൊന്നും മേടിച്ചില്ല. പിന്നെ ആരാൾഡൈറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിന് ഒരു ഡബിൾ ഹൈറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ക്യാബിനറ്റിൽ നിന്നും കുറച്ച് ഭാഗം ഇങ്ങനെ തള്ളി നിൽക്കില്ല കൗണ്ടർ ഈ ഗ്രാനൈറ്റ്, അപ്പോൾ ആ ഭാഗത്ത് മാത്രം നമ്മൾ ഡബിൾ ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ആറാൾഡൈറ്റ് വെച്ച് ഒട്ടിക്കും. എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ക്ലാമ്പ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മുറുക്കി വയ്ക്കും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് എന്താ പറയുക ഫിക്സ് ആയിട്ടിരുന്നോളും. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഇത് നല്ലപോലെ ഒട്ടിയിരുന്നോളൂ. ഈ കൗണ്ടർ ടോപ്പിൻ്റെ ഹൈറ്റ് 85 സെൻറ്റിമീറ്ററാണ്. 85 സെൻറ്റിമീറ്റർ ഹൈറ്റ് എടുത്താൽ മാത്രമാണ് നമുക്ക് ഡിഷ് വാഷറൊക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഡിഷ് വാഷറിൻ്റെ ഹൈറ്റ് തന്നെ 80 സെൻറ്റിമീറ്റർ ഉണ്ടാവും. പിന്നെ ഇനിയിപ്പോൾ അടുത്തത് സിങ്കാണ്. അപ്പോൾ സിങ്കിന് വേണ്ടിയിട്ടുള്ള ആ ഒരു അത്രയും ഭാഗത്തെ ഗ്രാനൈറ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ സ്കേർട്ടിങ് സൈഡിലൂടെയൊക്കെയുള്ള ഇത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ടൈല് ഫിക്സ് ചെയ്യണ ആ ഒരു സിമെൻ്റ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് അതുകൊണ്ടാണ് നമ്മളിതൊക്കെ ഫിക്സ് ചെയ്യണത്. സ്കേർട്ടിങ് അതുപോലെ ഡിഷ് വാഷർ വന്ന ഭാഗത്തും അങ്ങനെയുള്ളവർക്കൊന്നും നമ്മൾ കൊടുക്കണ്ട കേട്ടോ. അതുപോലെ എന്താ പറയുക ക്യാബിനറ്റ് വന്ന ഭാഗത്തൊന്നും സ്കേർട്ടിങ് കൊടുക്കുന്നില്ല. ആ കാണുന്ന ഭാഗം മാത്രമാണ് സ്കേർട്ടിങ് കൊടുക്കണുള്ളൂ കേട്ടോ. ഡബിൾ ഹൈറ്റ് കൊടുത്ത ഗ്രാനൈറ്റിൻ്റെ അവിടെയൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ വോൾ ടൈലിലാണെങ്കിലും എപ്പോക്സിയൊക്കെ ഇട്ടിട്ട് ബ്ലാക്ക് എപ്പോക്സിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫില്ല് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. റൈസിനും ഹാർഡനറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഫില്ല് ചെയ്തൊക്കെ എടുത്തിരിക്കുന്നത്. ആ വോളിൽ ബ്ലാക്കും അതുപോലെ ആ ഗ്രേയും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. അതൊരു നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ താഴത്തും അതായത് നിലത്തും അങ്ങനെ തന്നെ വേണമെന്ന് ചോദിച്ചതായിരുന്നു. അപ്പോൾ നമുക്കത് ഗ്രേ തന്നെ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എടുത്തു കേട്ടോ. പിന്നെ സ്കേർട്ടിങ് ഒട്ടിച്ച ഭാഗത്തൊക്കെ കുറച്ച് സിമെൻറ്റൊക്കെ ഇരിക്കണതൊക്കെ തട്ടിക്കൊട്ടി കളഞ്ഞതിന് ശേഷം പുട്ടിയിട്ട് അവിടെ മാത്രമൊക്കെ ഒന്ന് ടച്ച് ചെയ്തെടുത്തു. അപ്പോൾ അതാ കിച്ചൺ ഒരുമാതിരിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി മേളിലുള്ള ക്യാബിനറ്റ്സൊക്കെ ഫിറ്റ് ചെയ്യാണ്. അതുപോലെ താഴെ ഡോറും കൊടുക്കണം. അപ്പോൾ ഇത് ക്യാബിനറ്റിൻ്റെ ഡോറൊക്കെ അത് ഇതുപോലത്തെ ഹിഞ്ചസ് ഉപയോഗിച്ചിട്ടാണ് അറ്റാച്ച് ചെയ്യണത്. അതുപോലെ ഇത് ഇതുപോലെയൊക്കെ എഴുതിയൊക്കെ വെച്ചേക്കണോണ്ടേ ഓരോന്ന് എന്തിനാണെന്നൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും അവർക്കത് പെട്ടെന്ന് തന്നെ ഫിക്സ് ചെയ്യാനും പറ്റും കേട്ടോ. പിന്നെ ഇതുപോലത്തെ സ്ക്രൂ ഒക്കെ ആണെങ്കിലും ഇതുപോലത്തെ ഡ്രില്ലൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ ഫിക്സ് ചെയ്യണോണ്ട് തന്നെ ഇതുപോലത്തെ ഒരു കിച്ചണൊക്കെ ആണെങ്കിൽ ഇവർക്കൊരു 1-2 മണിക്കൂർ കൊണ്ട് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഗ്യാസ് സ്പ്രിങ്, ഇതാണ് ഈ മുകളിലത്തെ കബോർഡിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കബോർഡ് ഒരുപാട് വലിയ സൈസ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്പ്രിങ് ഇതുപോലത്തെ ഒരു സ്പ്രിങ് മതിയാകും. വേണ്ട ഇതുപോലെയൊക്കെ ഫിക്സ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ ക്യാബിനറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഹാൻഡിലില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഒറ്റ ക്യാബിനറ്റ് ഇങ്ങനെ 1-2 ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്തെടുക്കില്ല ഇതുപോലെയൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ സംഭവം കേട്ടോ. അപ്പോൾ അത് ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വയറിങ്ങും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ സിങ്കൊക്കെ ഫിക്സ് ചെയ്തു. ഇതിനകത്ത് കണ്ട വേസ്റ്റൊക്കെ കളക്ട് ചെയ്യാനുള്ള സംഭവമൊക്കെ ഉണ്ട്. ഒരു ബക്കറ്റ് പോലെയൊക്കെ ഇരിക്കണം എടുത്ത് കൊട്ടി കളയാനായിട്ട്. പിന്നെ ഇതിന് മുകളിലായിട്ട് പൈപ്പ് തന്നെ ഭാഗമാണത്. പിന്നെ ഇത് നമ്മുടെ സ്വിച്ച് ബോർഡൊക്കെ
പിന്നെ ഇതാ ഫോസറ്റൊക്കെ ഫിക്സ് ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കാവുന്ന ഫോസറ്റൊക്കെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ സിങ്കിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളം പോകാനുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഇനി നമ്മുടെ ക്യാബിനറ്റ്സിന് ഒരു സ്കേർട്ടിങ് കൊടുക്കണം. അപ്പോൾ ഞാൻ പറയാൻ മറന്നു, നമ്മുടെ ഈ ലെഗൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. ഈ ഒരു ക്യാബിനറ്റിൻ്റെ ലെഗൊക്കെ അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ ഇനി ലെഗൊക്കെ കാണില്ലാത്ത രീതിയിൽ നമുക്ക് സ്കേർട്ടിങ് കൊടുക്കാം. സ്കേർട്ടിങ് ആണെങ്കിലും പല കളറിലും കിട്ടും. നമ്മളിവിടെ സ്റ്റീൽ കളറാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഗോള പ്രൊഫൈലും സ്റ്റീൽ കളർ തന്നെയാണ്. അപ്പോൾ ഇതിനോട് മാച്ചായിട്ട് രണ്ടും സ്റ്റീൽ കളർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തതിന് പെയിൻറ്റ് അടിക്കണം. നമുക്കതുപോലെ വിൻഡോസിനും അതുപോലെ ഡോറിനും ഒക്കെ പെയിൻറ്റ് കൊടുക്കണം. വേണ്ട, പെയിൻറ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ലൈൻ. അപ്പോൾ ഗ്യാസിൻ്റെ ആ ഒരു കുറ്റി നമ്മൾ പുറത്താണ് വയ്ക്കുന്നത്. എന്താ പറയുക, കിച്ചൻ്റെ ഉള്ളിലല്ല വയ്ക്കുന്നത്, നമ്മൾ പുറത്തായിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോപ്പർ പൈപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഗ്യാസ് ലൈൻ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ കുറ്റി പുറത്താണ് വെച്ചേക്കുന്നത്. പക്ഷേ കുറ്റിയിലുള്ള റെഗുലേറ്റർ എല്ലാം കഴിഞ്ഞിട്ട് നമുക്കിത് അകത്തുനിന്ന് തന്നെയാണെങ്കിൽ നമുക്കിത് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ സേഫ്റ്റി ഉണ്ട് ഇതിന്. അപ്പോൾ ഇനി വീട് പണിയണവരാണെങ്കിലും ഇപ്പോൾ വീട് ഒക്കെ ഉള്ളവരാണെങ്കിലും കിച്ചണൊക്കെ ഇങ്ങനെ ഒന്ന് ഈ അറ്റ്ലീസ്റ്റ് ഗ്യാസ് ലൈനെങ്കിലും ഒന്ന് മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അത് കുറച്ചുകൂടെ സേഫ്റ്റി ഉണ്ട് നമുക്ക്. അകത്തൊരിക്കലും ഗ്യാസ് ഊറ്റി വയ്ക്കുന്നത് ഒട്ടും സേഫ് അല്ല. അപ്പോൾ അതാ ഗ്യാസ് ലൈൻ്റെ വർക്കും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് നീക്കി അങ്ങോട്ട് വയ്ക്കണം. ഇത് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കുക്കിംഗ് റേഞ്ചാണ് കേട്ടോ. അപ്പോൾ ഈ കുക്കിംഗ് റേഞ്ചിൻ്റെ വീഡിയോ ആണെങ്കിലും പലരും പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നുള്ളതൊന്ന് പറയണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഡിഷ് വാഷർ. അപ്പോൾ ഇത് വാങ്ങുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. അതായത് നമുക്ക് പുറത്തൊക്കെ വെച്ച് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ആ ഒരു സിങ്കിൻ്റെ അടുത്ത് തന്നെയായിട്ട് വയ്ക്കണമെങ്കിൽ ആ മുകളിലുള്ള ഭാഗം ഊരി മാറ്റാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 സ്ക്രൂ ഉണ്ട്, അത് നമ്മൾ അഴിച്ച് മാറ്റണം. അഴിച്ച് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഫ്രണ്ടിൽ നിന്ന് ഒന്ന് പയ്യൊന്ന് തള്ളി കൊടുത്തേച്ചാൽ മതി. അപ്പോൾ അതങ്ങോട്ട് ഊരിയെടുക്കാൻ പറ്റും. അത് ഊരി നമുക്ക് മാറ്റി വയ്ക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഉള്ളിലിട്ട് ഇത് എടുത്ത് വയ്ക്കാനായിട്ട്. ഇതിൻ്റെ മേളിൽ ഭാഗത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത് കണ്ടോ, ഇതിൻ്റെ വെള്ളത്തിനുള്ളതും അതിൽ ഡ്രൈനേജും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു കണക്ഷനും ഉണ്ട്. ഇത് നമ്മൾ അങ്ങോട്ട് തള്ളി വെച്ച്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കിച്ചൺ സെറ്റായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? നമുക്കിപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ക്യാബിനറ്റ്സൊക്കെ സോഫ്റ്റ് ക്ലോസ് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇത് ക്ലോസ് ചെയ്യുമ്പോഴൊന്നും ടപ്പേ എന്നുള്ള ഒരു ഒച്ചയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും കേൾക്കില്ല കേട്ടോ. അതുപോലെ ഈ ഡിഷ് വാഷറിൻ്റെ വീഡിയോ ഇടാനും കുറേ പേര് റിക്വസ്റ്റ് ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ ഇതുവരെ അത് പോസ്റ്റ് ചെയ്തിട്ടില്ല. അത് ഉടനടി തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ സ്ത്രീകളെ ഏറ്റവും അധികം സമയം ചിലവഴിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കിച്ചൺ. അപ്പോൾ അത് ഏറ്റവും നന്നായിട്ടിരിക്കുക എന്നുള്ളത് ഏതൊരു സ്ത്രീയുടെയും ഒരു സ്വപ്നം തന്നെയാണ്. അപ്പോൾ കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ സമയം കൊണ്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു കിച്ചൺ വേണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിൻഡോയുടെ മുകളിലാണെങ്കിലും ഇതുപോലെ ഒരു ഗ്രാനൈറ്റിൻ്റെ ഇതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോസറ്റ് ആണെങ്കിലും ഇതുപോലെ ഈ ഷവർ പോലെയൊക്കെ വരുത്തില്ലേ, അതുപോലെ പിന്നെ സാധാരണ മോഡലും വരുത്താൻ പറ്റുന്നുണ്ട്. ഇതുപോലെ വേസ്റ്റൊക്കെ എടുത്ത് കളയാൻ നല്ല എളുപ്പമാണ് കേട്ടോ. പിന്നെ ഡ്രെയിൻ ബോർഡും ഒക്കെ വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ ഈ ട്രോസൊക്കെ ആണെങ്കിലും സ്പൂണും സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വയ്ക്കാനൊക്കെ ആയിട്ടാണെങ്കിലും വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കണേ എന്നുള്ള വീഡിയോ വേറെ ഒരെണ്ണമായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു കുക്കിംഗ് റേഞ്ചും പിന്നെ ആ കുക്കിംഗ് റേഞ്ചിൻ്റെ അപ്പുറത്തായിട്ട് ഒരു പുൾ ഔട്ട് കൂടിയുണ്ട്. ആ പുൾ ഔട്ടിലാണെങ്കിൽ നമുക്ക് മസാലാസോ കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കാം. അപ്പോൾ അതാ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.